തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, പരിമിതികളുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ പരിമിതികളുണ്ട്. കഴിവുകളിൽ നമ്മൾ വ്യത്യസ്തരാണ്. ഒരാൾക്കുള്ള കഴിവ് വേറൊരാൾക്കുണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉള്ള കഴിവ് നമ്മളുണ്ടായിരിക്കണം നിർബന്ധമില്ല. ദൈവം പലതരം കഴിവുകൾ നൽകി പലരും ഈ സമൂഹത്തിലേക്ക് വിട്ടിരിക്കുന്നത് അവരുടെയൊക്കെ കഴിവുകളെല്ലാം കൂട്ടിച്ചേർത്ത് നന്മയുടെ ലോകം നിർമ്മിക്കാനാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് എൻ്റെ കഴിവുകളും എൻ്റെ സിദ്ധികളും എൻ്റേത് മാത്രമാണെന്നും എനിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചിന്തിക്കാതിരിക്കുക. നമ്മൾ ദുർബലരാണെന്ന്, ബലഹീനരാണെന്ന്, കുറവുള്ളവരാണെന്ന് കണ്ടറിയുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. ഭൗതിക ലോകത്ത് നമുക്കറിയാം, ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ കഴിവുള്ളവരെ നമ്മൾ ചെന്ന് കാണും, നമ്മുടെ സങ്കടങ്ങൾ അറിയിക്കും. വേണ്ടി വന്നാൽ ചെറിയ കൈമടക്കൊക്കെ കൊടുത്തു പോലും അങ്ങനെയുള്ളവരുടെ സ്വാധീന ശക്തിയും ബലവും നമ്മൾ ഉപയോഗപ്പെടുത്തും. ആത്മീയ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഏതാണ്ട് സമാനമായ മറ്റു ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കഴിവിനും പിടിക്കും ഒതുങ്ങാത്ത, നമ്മുടെ കഴിവിന് അതീതമായി നിൽക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെപ്പാടെ കലങ്ങി മറിയും. എന്നിട്ട് നമ്മൾ ദൈവികമായ തലത്തിൽ ആശ്രയിക്കും പലരെയും, ദൈവത്തെയും വിശുദ്ധരെയും ഒക്കെ. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥരായി അറിയപ്പെടുന്ന വിശുദ്ധരുണ്ട്. അവരുടെ സഹനവും ത്യാഗവും ദൈവസ്നേഹവും വിശുദ്ധിയുമൊക്കെയാണ് നമുക്ക് ആശ്രയമായി നിലകൊള്ളുക. അങ്ങനെയുള്ള വിശുദ്ധർ ദൈവത്തോട് മുട്ടി നിൽക്കുന്നവരാണ്. നമ്മൾ പോയി അവരെ മുട്ടും. എന്നിട്ട് നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ തമ്പുരാൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹമാക്കി നമുക്ക് നേടിത്തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അസാധ്യ കാര്യങ്ങളുടെ മുമ്പിലാണ് നമ്മളിങ്ങനെ വലിയൊരു ആശ്രയബോധമായി വിശുദ്ധരെയൊക്കെ സമീപിക്കുക. പ്രിയപ്പെട്ടവർ, നമ്മളൊരു കാര്യം ഓർക്കണം, ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. എനിക്ക് ഒരാളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതെൻ്റെ കുറ്റമാണ്. ക്ഷമിക്കാനുള്ള കഴിവ് എൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്, സാധ്യത കിടപ്പുണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ട് അന്വേഷിക്കേണ്ടത്. അതന്വേഷിക്കാതെ അയ്യോ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, മറക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയരുത്. അതുകൊണ്ട് ഒന്നാമതായി പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളിലെ സാധ്യതകൾ തേടേണ്ടതായിട്ടുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരുപാട് കൃപകൾ, അനുഗ്രഹങ്ങൾ, ദൈവികമായ സാധ്യതകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് നമ്മളിലെ സാധ്യതകളെ ഒന്നാമതായിട്ട് തേടണം. രണ്ടാമതായിട്ട് നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഒരുപാട് സാധ്യതകൾ കിടപ്പുണ്ട്. എല്ലാ കഴിവും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, നമ്മുടെ കഴിവുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളിലുള്ള നന്മകളെ അത് നമുക്ക് അവരുടെ പക്കൽ നിന്ന് ഔദാര്യമായി സ്വീകരിക്കാൻ മാത്രം എളിമയുള്ളവരാകണം. നമുക്കാവാത്തത് നന്മയായി നമുക്ക് നൽകാൻ നമ്മുടെയൊക്കെ സഹോദരങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് മറ്റുള്ളവരുടെ നന്മകളെ കണ്ടെത്തിയിട്ട് ആ നന്മകളെ നമുക്ക് ചോദിച്ചുകൂടെ? അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ നന്മകളെ നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതായിട്ടുണ്ട്, അതും തേടേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ല സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം.
അതിന് നമുക്ക് അന്വേഷണത്തിന് തലം ആവശ്യമാണ്. സാമ്പത്തികമായി ഞെരുക്കമുണ്ടെങ്കിൽ ജോലി സാധ്യതകൾ ഇഷ്ടം പോലെയില്ലേ? അത് തേടാതെ കടവും ബാധ്യതയുമായിട്ട് നമ്മൾ നടന്നിട്ട് എന്താ കാര്യം? നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളുടെയും നന്മകളെയും സാധ്യതകളെയും നമ്മൾ തേടണം. അവസാനമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ നീങ്ങുന്നു. ദൈവികമായ കൃപകളും അനുഗ്രഹങ്ങളും സങ്കീർത്തനം 37:5 നമ്മളോട് പറയുന്നത് പോലെ നമുക്ക് ദൈവകൃപ, ദൈവ അനുഗ്രഹം യാചിച്ചുകൊണ്ട് ദൈവികമായ സാധ്യതകളെ തേടാൻ കഴിയുമ്പോൾ നമ്മൾ കീറാമുട്ടി പ്രശ്നങ്ങളായി കൊണ്ടുവരുന്ന പലതും പ്രശ്നങ്ങളെ അല്ല നമുക്ക് തിരിച്ചറിയാനാവും. അതുകൊണ്ട് സാധ്യതകളെ ഉപയോഗപ്പെടുത്തണമെന്ന വലിയൊരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്കിനി മുമ്പോട്ട് പോകാം. ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് ഉത്തരമായി ഭവിക്കും എന്നത് തീർച്ചയാണ്.